ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ ടോമി എഴുതി സംവിധാനം ചെയ്ത് പാർവതിയും ഉർവശിയും ലീഡ് റോൾസിൽ അഭിനയിച്ച സിനിമയാണ്. റിലീസിന് മുന്നേ തന്നെ ഒരുപാട് പ്രശംസ കിട്ടിയ സിനിമയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റ് മത്സരത്തിൽ പങ്കെടുത്തിട്ട് അതിൽ സെക്കൻഡ് കിട്ടിയ സിനിമയായിരുന്നു ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ലപ്പാട്ട ലേഡീസ്. ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയ സിനിമ അതിന് സെക്കൻഡ് ആയിരുന്നു. അന്ന് ഫസ്റ്റ് കിട്ടിയ സിനിമയാണ്, അന്ന് ഫസ്റ്റ് കിട്ടിയ സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടേത്. അത് കഴിഞ്ഞ ആ സ്ക്രിപ്റ്റിൽ കുറേ ഡ്രാഫ്റ്റൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കിയതെന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതാണ് സംഭവം, അതാണ് കോർ സാധനം, അതാണ് ഇതിൽ ഹൈപ്പ് വരാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് ഈ കാസ്റ്റിങ്, അടുത്തത് സുഷിൻ ശ്യാം. പുള്ളി അറിയാലോ, പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റാണ്. അപ്പം പുള്ളി ചെയ്തൊരു പടമാണിത്, മ്യൂസിക് ചെയ്ത സിനിമയാണ്. ഇത് പാട്ടും പരിപാടിയൊന്നുമില്ല, BGM പരിപാടിയാണ്. അതും മറ്റേ സുഷിൻ്റെ സ്ഥിരം സാധനമല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. വളരെ മിനിമലായിട്ടുള്ള സംഭവവും മ്യൂസിക്കും ഒക്കെയാണ്. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മിനിറ്റാണ്. ഒരു ഡ്രാമ, ഒരു ഫാമിലി ഡ്രാമ സിനിമയാണ്. ഇതൊരു മോശം സിനിമയല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് ഈ പ്രീമിയറിൽ നിന്നും ഒക്കെ 100% പോസിറ്റീവ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇതൊരിക്കലും 100% പോസിറ്റീവ് ഉള്ളൊരു ഫുൾ പോസിറ്റീവുള്ള പടമല്ല. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല ഓഡിയൻസ് മലയാളികളാണ്, അതിലൊരു തർക്കമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്ലോ പേസ് അല്ല, ആ ഒരു രീതിയിലുള്ളൊരു കലാമൂല്യമുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവാണോ, നമ്മുടെ കുറവാണോ എന്ന ഒരു ചിന്ത കാരണം എല്ലാവരും പോസിറ്റീവ് പറയും. അങ്ങനെ എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തീർത്തും ഒരു ആവറേജ് സിനിമയാണിത്. ഇത് മോശം സിനിമയല്ല, നല്ല കഥയുള്ള, കണ്ടൻറ്റുള്ള, ഭയങ്കര ഒരു ഇമോഷണലി ഹിറ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇതൊരു ടോപ്പ് സിനിമയല്ല ഒരിക്കലും. ടെക്നിക്കലി കൊള്ളാം, ഇതിലെ വെള്ളപ്പൊക്കം കാണിച്ചും പരിപാടിയൊക്കെ കൊള്ളാം, മ്യൂസിക് കൊള്ളാം, പെർഫോമൻസ് സൂപ്പർ. ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമയുടെ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ട്രെയിലറിൽ എന്ത് കണ്ടോ അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴും ഈ പെർഫോമൻസ് ആണ് എന്നെ ഹുക്കാക്കിയത്. ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ഇൻസിഡൻസ് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു 3 മണിക്കൂർ സിനിമ കണ്ട ഫീലാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല, ഒരു മോശം സിനിമയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് തന്നെ പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്. പോയി കണ്ടിട്ട് പോസിറ്റീവ് പറഞ്ഞു. എല്ലാ സിനിമയിലും കുറ്റമുണ്ട്. ഇങ്ങനത്തെ ഒരു കലാമൂല്യമുള്ള അങ്ങനത്തെ രീതിയിലൊരു സിനിമ വന്നാൽ അതിൽ കുറ്റം പറയാനില്ലെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. എനിക്കിതിൽ കുറേ പ്രശ്നങ്ങൾ തോന്നി. സ്ക്രിപ്റ്റ് തീർത്തും ആവറേജ്, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഒരു ഹാപ്പനിങ്സ് ഇല്ല. ട്രെയിലറിൽ എന്ത് കണ്ടോ അതാണ് ഈ 2 മണിക്കൂർ കാണിക്കുന്നത്. സ്ലോ എന്ന് വെച്ചാൽ ഡെഡ് സ്ലോ പേസ് നറേഷൻ, അത് നമുക്ക് ഊഹിക്കാം സ്ലോ പേസ് ആണ്. പക്ഷേ ഇതൊരുമാതിരി അനങ്ങുന്നില്ലാത്തൊരു ഫീല്. അങ്ങനെ അകത്തൊക്കെ എനിക്ക് ഒരുപാട് രീതിയിൽ എനിക്കൊരു മടുപ്പ്, ഒരു മുഷിപ്പ് സമ്മാനിച്ച സിനിമയാണ് ഉള്ളൊഴുക്ക്. പെർഫോമൻസ് ടോപ്പാണ്. ഉർവശിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും തകർത്തിട്ടുണ്ട്. വിഷ്വലി കൊള്ളാം, മ്യൂസിക് കൊള്ളാം ഒക്കെ. പക്ഷേ മെയിനായിട്ട് കഥയാണ് വേണ്ടത്. കഥയല്ല, സ്ക്രിപ്റ്റിലെ ഹുക്കാക്കുന്ന എലമെൻറ്റ്സ് അതില്ല ഈ സിനിമയിൽ. പിന്നെ കഥയും ഫ്രഷ് ഒന്നുമല്ല. നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇതിൻ്റെ പല പല അംശങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി കൈൻഡ് ഓഫ് സെറ്റപ്പ് പരിപാടികളൊക്കെ. അപ്പോൾ എനിക്ക് തീർത്തും ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത് ഉള്ളൊഴുക്ക്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.